വോട്ട് വേണം, അതുള്ളൂ. ഈ മണ്ണിൻ്റെ പണിയിലാണ് ഞങ്ങൾക്ക് ജീവിതം. ഇങ്ങനെ ഇപ്പോൾ എത്രയും പണിയെടുത്തിട്ടൊന്നും വലിയ മറ്റൊന്നുമില്ല. ഇപ്പം എന്തെങ്കിലും തൊഴിൽ വേണ്ടേ, അപ്പോൾ ആ തൊഴിൽ അങ്ങനെ പോകുന്നു മാത്രമേ. ഇലക്ഷൻ ആകുമ്പോൾ വരും, ഈ കാര്യങ്ങൾ പറയും, പോവും. പിന്നെ ആ കഴിഞ്ഞ ആ ചൂട് കഴിഞ്ഞു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിയിലാണ്. ആ പോരാട്ടച്ചൂട് പകർത്തുന്നിടെ നമ്മളിന്ന് ചെന്നെത്തിയിരിക്കുന്നത് ഒരു ചെറു ഗ്രാമത്തിലാണ്. ചൂടിനോടും കഷ്ടപ്പാടുകളോടുമൊക്കെ മല്ലടിച്ച് ജീവിതം കരുപിടിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഇവിടെ കാണാം. പരമ്പരാഗത മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇവർ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം? അപ്പോൾ ഈ മണ്ണ് കൊണ്ടുവരിക, മണ്ണ് കൊണ്ടുവന്നിട്ട് അത് നനച്ചിട്ട് ഉരുളാക്കി എടുത്തിട്ട് പിന്നെ അരിഞ്ഞെടുത്തിട്ട് മണ്ണ് നനച്ച് വെച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടി കഴിഞ്ഞിട്ട് നമ്മളെ പൊറോട്ട മാവില്ലേ അതേമാതിരി കൈ കൊണ്ട് ഇതാക്കണം, ലെവലാക്കണം. വടാകുമ്പോൾ സെറ്റാകും. അപ്പം സെറ്റായി മണ്ണ്. പിന്നെ ചക്കത്തിൽ നിന്ന് പിന്നെ നമ്മൾ കൈപ്പണി തന്നെ ഇങ്ങനെ കൈ കൊണ്ട് എല്ലാം നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കൈ കൊണ്ട് തന്നെ പണിയെടുക്കണം. ഇങ്ങനെ ഇപ്പോൾ എത്രയും പണിയെടുത്തിട്ടൊന്നും വലിയ മറ്റൊന്നുമില്ല. ഇത് കാണില്ല, ഇപ്പോൾ നമ്മൾ ഷെഡ് കാണില്ലേ, ഷെഡും കാര്യങ്ങളും, എന്നാലും നമ്മൾ കഷ്ടപ്പാട് തന്നെയാണ്. നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ, അതിൻ്റെ സാധ്യതകളും ഇതൊക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യം അവർ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വന്ന് പറഞ്ഞു ഈ ഷെഡ് ശരിയാക്കി തരാം, അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് അവർ ജയിച്ചു. പക്ഷേ ഈ കൊല്ലം ഞാൻ ആലോചിക്കട്ടെ, അവർ വരുമ്പോൾ ഒന്ന് ആലോചിക്കും. UDF പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലല്ല UDF ചെയ്ത് തന്നില്ല. ഇലക്ഷൻ ആകുമ്പോൾ വരും, ഈ കാര്യങ്ങൾ പറയും, പോവും. പിന്നെ ആ കഴിഞ്ഞ ആ ചൂട് കഴിഞ്ഞു. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളത്. ആരും കൂലിപ്പണിക്കൊന്നും പോകാനില്ല. ഈ മണ്ണിൻ്റെ പണിയിലാണ് ഞങ്ങൾക്ക് ജീവിതം. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം സങ്കീർണതകൾ നിറഞ്ഞതാണ്. ഫലം എന്തു തന്നെയായാലും വിജയിച്ചു വരുന്നവർ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നതാണ് ഇവർക്ക് പറയാനുള്ളത്.